ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലയാളത്തിലെ പുതിയ വെബ് സീരീസായ മനോരഥങ്ങളിലേക്കാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് C5 മനോരഥങ്ങൾ സ്ട്രീമിങ്ങിന് അവൈലബിളായി വന്നത്. MD വാസു എന്നാരുടെ 9 ഷോർട്ട് സ്റ്റോറീസിനെ ബേസ് ചെയ്തേക്കുന്ന ഒരു വെബ് സീരീസാണ് ഈ മനോരഥങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഭയങ്കര എക്സെപ്ഷണലി ടാലൻറ്റഡായിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. ഡയറക്ടേഴ്സ് തന്നെ പ്രിയദർശൻ, രഞ്ജിത്ത്, ജയരാജ്, മഹേഷ് നാരായൺ, അങ്ങനെ ഒരു വലിയ ക്രൂ. കാസ്റ്റിലാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ, പിന്നെ ഫഹദ്, സിദ്ദിഖ്, ആസിഫ് അലി, അങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ്ഡ് കാസ്റ്റ്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കരമായ എക്സ്പെക്റ്റേഷനോടെയാണ് ഇതിൻ്റെ ട്രെയിലറും മറ്റുമൊക്കെ വന്നത്. ഈവൻ C5 അവരുടെ മാർക്കറ്റിംഗ് പോലും ഈ സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ 2 മാസമായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ സീരീസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞത് 9 എണ്ണം ഉണ്ട്. ഈ 9 എണ്ണം റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഓരോന്നും ഓരോ സിനിമ പോലെയാണ്. അപ്പോൾ നമുക്കതിനെ ഓവറോളായിട്ട് പറഞ്ഞു പോവാം. പ്രത്യേകിച്ച് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും എപ്പിസോഡ്സിൽ ഫോക്കസ് ചെയ്തിട്ട്. ആദ്യത്തെ എപ്പിസോഡ് ലാലേട്ടനെയാണ്. ഓളവും തീരവും എന്ന് പറഞ്ഞിട്ട് ഒരു കഥ. ബാപ്പൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ പ്ലേ ചെയ്യുന്നത്. ദുർഗാകൃഷ്ണ പ്ലേ ചെയ്യുന്ന നബീസു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്ന ഒരു വില്ലേജിലുള്ള ഒരു കഥയാണ്. ഞാൻ ഈ സീരീസ് കണ്ടപ്പോൾ, ഇതിൻ്റെ ആദ്യ ട്രെയിലർ വന്ന സമയത്ത് ഇതിൽ ഏറ്റവും മോശമായേക്കാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നൊരു സാധനമായിരുന്നു ഇത്. അത് ഈ ദുർഗാകൃഷ്ണ മോഹൻലാൽ കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ആവുക എന്നുള്ളതാണ്. പക്ഷേ അത്തരം സംശയങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ പടം പ്രിയദർശനാണ് ഇതിൻ്റെ ഡയറക്ടർ. പ്രിയദർശൻ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഫ്രെയിംസാണ്, വളരെ സബ്റ്റിലായിട്ടുള്ള ആക്ടിംഗ് ആണ്. നമ്മൾ പല സ്ഥലത്തും മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറുടെ ഒരു ഗ്രേറ്റ്നെസ് മനസ്സിലാകുന്ന രീതിയിലാണ് പുള്ളിയുടെ എക്സ്പ്രഷൻസും ഒക്കെ. മാമുക്കോയ ലാലേട്ടൻ്റെ ക്യാരക്ടർ എടുത്തതിനേക്കാളും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സീനിലൊക്കെ ലാലേട്ടൻ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻസും ഇതൊക്കെ ഉണ്ട്, ആക്ടിങ് ഒക്കെ ഉണ്ട്. മനോഹരമാണ്. അത് നല്ലൊരു ഒരു എപ്പിസോഡ് എക്സ്പീരിയൻസ്. സ്ലോ ആണ്, ഭയങ്കര ഫാസ്റ്റ് റാപ്പിഡ് പേസിംഗ് അല്ല. അത് ഈ എൻ്റയർ പിന്നെ വെബ് സീരീസിലുള്ള ഒരു എപ്പിസോഡ് പോലും ഒരു ഫാസ്റ്റ് പേസിങ് ആയിട്ടുള്ള ഒന്നല്ല. അപ്പോൾ അതാണ് പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡ്. നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിംസാണ്. വളരെ മനോഹരമായ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് വരുന്നതാണ് മമ്മൂക്കയുടെ കടുകണാവ എന്ന് പറയുന്ന എപ്പിസോഡ്. ഈ കടുകണാവ എപ്പിസോഡാണ് എനിക്കിതിൻ്റെ അകത്ത് ഈ 9 ഷോർട്ട് സ്റ്റോറീസിൽ സ്വല്പമെങ്കിലും പ്രയർ നോളജ് ഉള്ളത് ഈ ഒരു എപ്പിസോഡിനെ പറ്റിയാണ്. കാര്യം ലീല എന്ന് പറയുന്ന കഥ, ഈ കടുകണാവയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, ലീല. അത് ഒരു കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്ന കഥയാണ്. MDയുടെ അച്ഛൻ സിലോണിൽ നിന്നും വരുന്ന ഒരു ബാലികയുമായിട്ട് വരുന്നതും, പിന്നീട് MD പിന്നെ കൊച്ചുകുട്ടിയായിരുന്ന MDക്ക് ആ ബാലികയായിട്ട് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കഥയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ കടുകണാവ. കടുകണാവയിൽ ശരിക്കും ഈ അഡൾട്ടാവുന്ന MD സഹോദരിയെ തേടി ശ്രീലങ്കയിൽ പോകുന്നതാണ് കഥാപാത്രം. ഞാനത് MD എന്നാണ് മനസ്സിലാക്കുന്നത്. സെൻട്രൽ ഹീറോ ക്യാരക്ടർ പിന്നെ കടുകണാവയിൽ തേടി പോകുന്നതാണ് കഥ. രഞ്ജിത്താണ് ഈ കടുകണാവ എന്ന് പറയുന്ന സീരീസിൻ്റെ എപ്പിസോഡിൻ്റെ ഡയറക്ടർ. എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി ഒരു സ്ഥലത്ത് തുടങ്ങി ഒരു എൻഡിങ്, അങ്ങനെ ഒരു സാധനം എൻ്റെ അത് ഫീൽ ചെയ്തില്ല. എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫാക്ടറാണ്. മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡായിട്ടുള്ള ആക്ടറിൻ്റെ ആക്ടിങ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ബ്ലാങ്ക് ആയിട്ട് തോന്നുന്ന ഒരു എക്സിക്യൂഷനായി പോയി കടുകണാവയുടെ. കുറച്ചും കൂടെ ഒന്ന് ഒരു ഫോക്കസ് മാറ്റി പിടിക്കാമായിരുന്നു എന്ന് തോന്നി. അത് എനിക്ക് തോന്നുന്നു ഈ ലീലയിലെ പാർട്ടും ഈ കടുകണാവയിലെ പാർട്ടും രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരാൻ വന്നപ്പോൾ ഒരു 35 മിനിറ്റ്സോ മറ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് പറയാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിപ്പോയ ഒരു കുഴപ്പമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി കുഴപ്പം കേസിലേക്ക് എൻ്റെയാണ്. എനിക്ക് മാത്രം എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഈ കടുകണാവ എന്ന് പറയുന്ന എപ്പിസോഡിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ. കുറച്ചും കൂടെ ഒരു ബെറ്റർ ആക്കാമായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയാണ്, നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു സീക്വൻസിലുള്ള ഒരു ഷോട്ട്, ഒരു ഫ്രെയിമൊക്കെ ഉണ്ട്, തിരിഞ്ഞു നിന്ന് ചിരിക്കുന്ന ഒരു ഫ്രെയിമൊക്കെ ഉണ്ട്. അതൊക്കെ മനോഹരമാണ്. പക്ഷേ അതിനുമപ്പുറം ഒരു ടോപ്പ് 3 വരാനുള്ള സാധനം അൺഫോർച്ചുനേറ്റ്ലി കടുകണാവയിൽ ഇല്ല. ഇനി പിന്നെയുള്ളത് ഷെർലോക്ക് എന്ന് പറയുന്ന മഹേഷ് നാരായൺ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ്.
അത് ശരിക്കും എനിക്ക് ഇതിൽ ഏറ്റവും താഴെ വരുന്ന ഒരു സിനിമയായിട്ട് തോന്നി. കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയിൽ വരുന്ന സഹോദരിയുടെ അടുത്ത് താമസിക്കാനായിട്ട് അമേരിക്കയിൽ വരുന്ന അനിയൻ്റെ കഥയാണത്. പക്ഷെ അവിടെ അമേരിക്ക വരുമ്പോൾ ആരുമില്ല, കംപ്ലീറ്റ്ലി എം ടി ആയ ഒരു സ്ഥലമാണ്. ആ ചേച്ചി ജോലിക്ക് പോകും, പിന്നെ ഡേ ഫുൾ അനിയൻ വീട്ടിലാണ്. പക്ഷേ അതിനും അപ്പുറം ഒരു കണക്ഷൻ തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഇവിടെ ആളില്ല, ഇങ്ങനത്തെ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനും അപ്പുറം അവരുടെ ചില ആക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അങ്ങ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കരമായ സ്ലോ പേസ്ഡ് മൂവിയാണ്, എക്സ്ട്രീംലി സ്ലോ ആണ്. ഇതിലുള്ള എല്ലാ എപ്പിസോഡ്സും സ്ലോ ആണ്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് പോലും ഇല്ല. കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഫാസ്റ്റ് എന്ന് എനിക്കൊന്ന് കടുകണാവേരിയും പിന്നെ വിൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട് ആസിഫ് അലിയുടെ ഒരു എപ്പിസോഡുണ്ട്. അതുവരെയും കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയെല്ലാം സ്ലോ ആണ്. അതിലും എക്സ്ട്രീംലി സ്ലോ ആണ് ഈ ഫഹദ് ഫാസിലിൻ്റെ ഷെർലോക്ക് എന്ന് പറയുന്ന കഥ. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു സാധനം, സന്തോഷ് വൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വീണ്ടും അഭയം തേടിയെന്ന് പറയുന്ന സിദ്ദിഖ് ക്യാരക്ടറായിട്ട് വരുന്ന ഒരു എപ്പിസോഡുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ എപ്പിസോഡായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻട്രൂഗ്നെസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇയാൾ ഒരു നടന്നൊരു ഗ്രാമത്തിലെത്തുന്ന ഒരാളാണ് സിദ്ദിഖിൻ്റെ ക്യാരക്ടർ. അയാൾ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു, അയാളവിടെ താമസിക്കുന്നു. അയാൾക്കൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ആ പാസ്റ്റിലേക്ക് അയാളുടെ എന്നുള്ള സിനിമയില എപ്പിസോഡിലാണ് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൺ ആഫ്റ്റർ വൺ നമുക്ക് ഗംഭീരമായ ഫ്രെയിംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അത്ര കിടിലമായിട്ടുള്ള സാധനമാണ് വീണ്ടും അഭയം തേടി. അതിൻ്റെ അകത്തുള്ളൊരു എക്സിക്യൂഷനിൽ എനിക്ക് ചെറിയൊരു ഒപ്പീനിയൻ ഉണ്ട്. അതായത് അതിൻ്റെ അകത്തൊരു, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എക്സിക്യൂഷൻ മേ ബി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അഗെയിൻ ഒരു ഇൻട്രൂഗ്നെസ് ഫാക്ടറോടുകൂടി അത് കാണാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിലാലിഖിതമാണ്. അതും പ്രിയദർശനാണ് ഡയറക്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ ബിജു മേനോൻ്റെ സിനിമയാണ്. അത് ബിജു മേനോൻ ഒരു ഹിസ്റ്ററി പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള ശിവക്ഷേത്രത്തിൽ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് കണ്ടെത്താൻ പോകുന്നതും പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ ആ കഥ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ പറയാനായിട്ട് പ്രിയദർശനും അതിൻ്റെ ആക്ടേഴ്സായിട്ടുള്ള ശാന്തികൃഷ്ണ, ബിജു മേനോൻ, ഒരു കുട്ടിയുണ്ട്, കുട്ടിക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയുക, നമുക്കൊരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ദിസ് ഈസ് സംതിങ് വിച്ച് അഫക്ട്സ് മീ എന്നുള്ള രീതിയിൽ ഉള്ള നല്ലൊരു എപ്പിസോഡ് ആയിരുന്നു ഈ ശിലാലിഖിതത്തിന്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈനപ്പിൽ ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിലാലിഖിതമാണ്. ഫോളോഡ് ബൈ വീണ്ടും അഭയം തേടി, ദെൻ ഓളവും തീരും. ഇതാണ് എൻ്റെ ടോപ്പ് 3 എമംഗ് ഓൾ ദിസ്. പിന്നെ ജയരാജിൻ്റെ സ്വർഗം എന്തോ ഞാൻ പേര് എന്താണ് ഇവിടെ ലാപ്ടോപ്പിലൊക്കെ പേരെന്താണ്, സ്വർഗം തുറക്കുന്ന സമയം നല്ലൊരു എക്സിക്യൂഷനാണ്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള എക്സിക്യൂഷനാണ്. അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനമല്ല. ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ ഒരു സ്റ്റാൻഡ് ഔട്ട് ക്യാരക്ടറാണ്. നമ്മൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷനിലുള്ള പല ആൾക്കാർക്കും അത്തരം ക്യാരക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധ്യതയില്ല. ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഓറയും ഇന്ദ്രൻസ് കൊടുത്തിരിക്കുന്ന ഒരു ഓറയും ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ നല്ല അടിപൊളി പെർഫോമൻസുടെ സിഗ്നേച്ചറാണ്. നല്ല രീതിയിൽ അദ്ദേഹം ആ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ സീരീസ് കണ്ടു തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ആ ക്യാരക്ടറായിരിക്കും. പിന്നെ ആസിഫ് അലിയുടെ വിൽപ്പന ഉണ്ട്. ആസിഫ് അലിയുടെ വിൽപ്പന എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞാൽ സിനിമയല്ല, സീരീസ് അത്യാവശ്യം നല്ലൊരു പ്ലോട്ടായിരുന്നു. തിരക്കേടില്ലാത്തൊരു പ്ലോട്ട്. ഒരു ബംഗ്ലാവിൽ കുറച്ച് സാധനങ്ങൾ സെല് ചെയ്യാനിട്ടേക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഫീമെയിൽ ക്യാരക്ടറാണുള്ളത്. അത് പ്ലേ ചെയ്യുന്ന മധുബാലയാണ്. അവിടെ നിന്നൊരു സാധനം വാങ്ങാനായിട്ട് വരുന്ന ആസിഫ് അലിയുടെ ക്യാരക്ടർ, അവർ തമ്മിൽ അന്ന് നടക്കുന്ന സംഭാഷണങ്ങളും മറ്റുമൊക്കെയാണ് ഇതിൻ്റെ ഇതിവൃത്തം. വളരെ നല്ലൊരു പ്ലോട്ടാണ്, ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇതിനെ മൊത്തത്തിൽ ഡൗൺ ആയി കളഞ്ഞത്
ഭാഗ്യലക്ഷ്മിയിലെ ഡബ്ബിങ് ആയിരുന്നു. അത് ഭാഗ്യലക്ഷ്മി റോങ് ആയിട്ട് ഡബ് ചെയ്യുന്നുള്ളൂ. ഭാഗ്യലക്ഷ്മിയിലെ ഡബ്ബിങ് മധുബാലയുടെ പിന്നെ വോയിസും ബോഡി ലാംഗ്വേജുമായിട്ടൊന്നും സിങ്ക് ആവുന്നില്ലായിരുന്നു. നമുക്ക് ലിറ്ററലി വായിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ അകത്ത് ഔട്ട് ഓഫ് സിങ്ക് ഉണ്ടെന്ന്. ഔട്ട് ഓഫ് സിങ്ക് എന്ന് വെച്ചാൽ പറയുമ്പോൾ സിങ്കില്ല എന്നുള്ളതല്ല, വേറെ ആരോ എവിടെ നിന്ന് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന ഒരു എഫക്റ്റായിരുന്നു. ആ ഒരു സംഭവം കൊണ്ട് ഈ ഷെർലോക്കും വിൽപ്പനയും എന്നെ സംബന്ധിച്ച് ഏറ്റവും താഴെ വരുന്നതിൽ ഫൈറ്റിംഗ് ആണ്. ഏതായിരിക്കും ഏറ്റവും താഴെ വരുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ വേറെ ആർക്കെങ്കിലും ഒരു തമിഴ് ആർട്ടിസ്റ്റിനെ കൊണ്ട് കുറച്ചും കൂടെ നാച്ചുറലി ആയിട്ടുള്ള ഒരു തമിഴ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡബ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മലയാളം അറിയാവുന്നുള്ള ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്തിരുന്നെങ്കിൽ, കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്, ഡബ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു അത് ആ ക്യാരക്ടർ. അത് ആ സിനിമയെ പിന്നെ ഇല്ലാതാക്കുന്നതിന് പിന്നെ ആ സിനിമ എന്ന് പറയുന്നത് ആ വെബ് സീരീസിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർവതി അഭിനയിച്ച സിനിമ കാഴ്ച, ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്തതാണ്. ഞാൻ ലാപ്ടോപ്പിൽ അതിൻ്റെ പേരുകളെല്ലാം മറന്നു. പിന്നെ കാഴ്ച എന്ന സിനിമയാണ്. നല്ലതാണ്, നല്ല സിനിമയാണ്. പക്ഷേ റിലവൻ്റ് അല്ല. പിന്നെ റിലവൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കഥകളും, ഇതിൽ എപ്പിസോഡിലുള്ള എല്ലാ കഥകളും നടക്കുന്നത് ലൈക്ക് ഫ്രം 80s to 90s ആ ടൈം ഫ്രെയിം, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് 70s ഓർ ഈവൻ ആ ടൈം ഫ്രെയിമിലാണ്, അല്ലെങ്കിൽ 60s ലാർജ് ടൈം ഫ്രെയിം എടുത്ത 60 മുതൽ 90 വരെ നടക്കുന്ന കഥകളാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളും വളരെ റിമോട്ടായിട്ടുള്ള വില്ലേജസും ഒക്കെയാണ് ഇതിൻ്റെ കഥാപശ്ചാത്തലമെല്ലാം. കാഴ്ചയിലും പാർവതി തിരുവോത്താണ് പിന്നെ സെൻട്രൽ ലീഡ് ക്യാരക്ടർ നരയനുണ്ട്. അപ്പോൾ ആ എപ്പിസോഡ് വാച്ചബിളാണ്, ബട്ട് നത്തിങ് എക്സെപ്ഷണൽ. പിന്നെ പ്രത്യേകിച്ചും ഞാൻ തങ്കലാൻ കണ്ടിട്ട് പാർവതി തിരുവോത്തിൻ്റെ പെർഫോമൻസ് ആണ് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ഫീലിംഗ് മാത്രമേ തോന്നിയുള്ളൂ. മേ ബി വളരെ എക്സെപ്ഷണലായൊരു പെർഫോമൻസ് കണ്ടതിന് ശേഷം ഇത് കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. ഐ ഹോപ്പ് ലൈക്ക് ഞാൻ എല്ലാ പിന്നെ സിനിമകളും കവർ ചെയ്തോന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ നോക്കുവാണ് ലിസ്റ്റിൽ എല്ലാവരും. കടൽക്കാറ്റ്, ഇന്ദ്രജിത്തിൻ്റെ കടൽക്കാറ്റ് എന്ന സിനിമയുണ്ട്, രതീഷ് അമ്പാട്ടിൻ്റെ. അഗൈൻ നമുക്ക് വളരെ പരിചിതമായ സ്റ്റോറിയാണ്, നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട MD കഥകളെല്ലാം എഴുതിയിരിക്കുന്നത് ഇന്നലെയോ ഇന്നോ അല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. കമൽഹാസൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആധുനികതയാണ് MDയുടെ കഥാപാത്രങ്ങളുടെ ഒരു മുഖപത്രം എന്ന് പറഞ്ഞാൽ. ആ ആധുനിക ഒരുപാട് ക്യാരക്ടേഴ്സിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇതിലുള്ള. ഈ കടൽക്കാരൻ്റെ കാര്യത്തിലായാലും ഒരു മോഡേണിറ്റി ആ കഥയ്ക്കുണ്ട്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയിലാണ്. നല്ല പെർഫോമൻസാണ്. ഇന്ദ്രജിത്ത് ആയാലും അപർണ ബാലമുരളി ഒക്കെ ആയാലും നല്ല പെർഫോമൻസാണ് അതിൻ്റെ അത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഓവറോൾ നമ്മൾ അണ്ടർലൈൻ കറണ്ട് ഉള്ള ഫീമെയിൽ ആൻഡ് മെയിൽ ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുന്നതിൽ അഗ്രഗണ്യനാണ് MD. ഈ എപ്പിസോഡുകളിലെല്ലാം തന്നെയും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിഷ്ടപ്പെട്ടത് ശിലാലിഖിതമാണ്, അത് കഴിഞ്ഞാൽ വീണ്ടും അഭയം തേടിയാണ്, ഇതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടതെന്ന്. പക്ഷേ വേറൊരാൾക്ക് ഒരിക്കലും അങ്ങനെയാണോന്നില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻസ് ആയിരിക്കും. മനോരഥങ്ങൾ എന്ന പേര് തന്നെ അതുകൊണ്ട് വളരെ ആപ്റ്റാണ്. കാര്യം ഇത് ഓരോരുത്തരുടെയും പിന്നെ മെൻ്റൽ വിശ്വാസങ്ങളും അവരുടെ ചുറ്റുപാടുകളും അവർക്ക് ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസും ഒക്കെ വച്ചിട്ടായിരിക്കും ഈ സീരീസിൽ എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഏതൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എപ്പിസോഡ്സ് കാണുക. ഇപ്പം ഞാനീ പറഞ്ഞതുകൊണ്ട് ആദ്യം നമുക്ക് ഈ 3 എണ്ണം കാണാം, അതിൽ നിർത്തി അങ്ങനെയല്ല. ഫുൾ എപ്പിസോഡ്സ് കാണുക. സ്ലോ ആണ്. സോ ഡെഫിനറ്റ്ലി ഡെഡിക്കേറ്റ് ടൈം ഫോർ ഇറ്റ്. ചില പോർഷനിൽ നമുക്ക് ഉറപ്പായിട്ടും ബോറടിക്കും, കാരണം വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മൂവീസ് വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആ ടൈമിൽ ഇത്ര സ്ലോ ആയിട്ട് മൂവീസ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പിന്നെ ചെറിയ ലാഗ് അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ലൈക്ക് ഐ സെഡ്, കാണുക. MD വാസ്തു എന്നാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഷോർട്ട് സ്റ്റോറീസാണ്. എല്ലാ സിനിമകളിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാ എപ്പിസോഡ്സിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. മൂവി ഫ്രെയിംസ് ആയിരിക്കാം, തിരക്കഥയായിരിക്കാം, ആക്ടിങ് പെർഫോമൻസുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കിൽ പിന്നെ കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.